കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് എന്താണ് യഥാർത്ഥ ക്രിസ്തീയ ആത്മീയത എന്ന വിഷയമാണ്. ഇതൊരു സീരീസ് ആയിട്ട് നമ്മൾ തുടർന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായി മാറുന്നതിനെക്കുറിച്ചും കർത്താവിൻ്റെ കുടുംബത്തിൽ അംഗങ്ങളായി മാറുന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അങ്ങനെ ഒരു വലിയ ആത്മീയ കുടുംബത്തിൽ നമ്മൾ അംഗങ്ങളാകുന്നു. ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം തന്നെ നമുക്ക് പിതാവായിരിക്കുന്നു. പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം തേജസ്സുള്ളവരായി പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഇതാണ് ആ റിലേഷൻഷിപ്പ്, ആ കുടുംബം. നമ്മൾ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു കുടുംബ ബന്ധമാണ്, ഇതൊരു സ്നേഹബന്ധമാണ്, ഇതൊരു മതമല്ല, നിബന്ധനകളാൽ സൃഷ്ടിക്കപ്പെടുന്നതല്ല, സ്നേഹത്തിൻ്റെ നിർബന്ധത്താൽ സൃഷ്ടിക്കപ്പെടുന്നതാണ്. അവിടെ ആചാരപരമായ പ്രമാണങ്ങളാലല്ല ക്രിസ്ത്യാനിറ്റി പോകുന്നത്. അതുകൊണ്ടാണ് ഇത് മതമല്ല എന്ന് പറയുന്നത്. ആചാരപരമായി യാതൊരു പ്രമാണവും നമ്മളിന്ന് ആവശ്യപ്പെടുന്നുമില്ല. നിങ്ങൾ എപ്പോൾ എഴുന്നേൽക്കണം, എത്ര നേരം പ്രാർത്ഥിക്കണം, എത്ര സമയം പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, എന്ത് കഴിക്കാം, എന്ത് കഴിക്കരുത്, എങ്ങനെ വസ്ത്രം ധരിക്കാം, മാന്യമായി ധരിക്കണമെന്ന് നമുക്കറിയാം, അത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഏത് വസ്ത്രം ധരിക്കണം, ഇങ്ങനെയുള്ള ഒരു കാര്യവും നിബന്ധനകൾ വയ്ക്കാത്ത, അതായത് മതം എന്ന ആചാരം കളഞ്ഞു ചെല്ലാത്ത, ഞായറാഴ്ച നിങ്ങൾ കൂടി വന്നാൽ എന്ത് ചെയ്യണം എന്നുപോലും കൃത്യമായി നിർവചിക്കാത്ത, അതല്ലെങ്കിൽ ഒരു വിവാഹം എങ്ങനെ നടത്തണം, ഒരു ശവസംസ്കാരം എങ്ങനെ നടത്തണം, അത് നടത്താൻ ആര് പോകണം, ആര് ചെയ്യണം, ഇതൊന്നും പറയാത്ത, ഒന്നിനെക്കുറിച്ച് നിർബന്ധിക്കാത്ത, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഒരു പരാമർശം പോലും ഇല്ലാത്ത. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഒരു മോറൽ ഒബീഡിയൻസ്, അതായത് ക്രിസ്തുവിൻ്റെ മൊറാലിറ്റിയിലേക്കും നീതിയിലേക്കും നമ്മൾ നടത്തുക എന്നുള്ളതല്ലാതെ ആചാരപരമായ നിബന്ധനകൾ ഇല്ലാത്ത ഒരു വിശ്വാസമാണ് ക്രിസ്ത്യ വിശ്വാസം എന്ന് പറയുന്നത്. ആചാരപരമായ നിബന്ധനകളില്ല, എന്നാൽ ക്രിസ്തുവിൻ്റെ നീതി, വിശുദ്ധി, മൊറാലിറ്റി, സന്മാർഗബോധം, ഇതെല്ലാം സ്നേഹത്തിൻ്റെ നിർബന്ധത്താൽ ആത്മീക സ്വഭാവമായി, നമ്മുടെ തന്നെ സ്വഭാവമായി നമ്മളിലേക്ക് വരുന്നതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതായത് ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന അഭിഷേകം തന്നെ നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഇതൊരു ഇൻസ്ട്രക്ഷൻസിനാൽ നടത്തപ്പെടുന്ന ഒരു റിലീജിയനല്ല, ഇത് നമ്മുടെ ആത്മീക സ്വഭാവം ക്രിസ്തുവിന് അനുകൂലമായി മാറുന്ന ഒരു ജീവിതമാർഗമാണ്, എ വേ ഓഫ് ലൈഫ്. അതുകൊണ്ടാണ് ഇതിനെ മതമല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനിറ്റിയെ കാണുമ്പോൾ ആചാരങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മതമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. അതുകൊണ്ടാണ് ഇതുമൊരു മതമല്ലേ, ഇതിനെന്താണ് ഇത്ര വ്യത്യാസം, മറ്റു മതങ്ങൾ പോലെ തന്നെയല്ലേ, ഇവിടെയും ഒരു പള്ളി സ്ട്രക്ചർ, ഇവിടെ കുർബാന, അവിടെ ആൾക്കാർ, അച്ഛന്മാർ, ഇടനിലക്കാർ, എല്ലാ മതങ്ങളിലുണ്ട് ഇടനിലക്കാർ. അതുപോലെ ഈവൻ പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഫ്രീ ചർച്ചുകൾ നോക്കിയാൽ അവിടെയുമുണ്ട് ഇടനിലക്കാർ, ആചാരമര്യാദകൾ, വസ്ത്രധാരണ രീതികളിലുള്ള വ്യത്യാസം. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാൽ മതങ്ങൾ സൃഷ്ടിക്കാൻ മനുഷ്യർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചതാണല്ലോ. പിന്നെ ഈ മതങ്ങൾ അവരവർക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് ഫിലോസോഫിക്കലി അങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ അത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ലോകത്തിലെല്ലാ മതങ്ങളെ നോക്കി അതുകൊണ്ട് ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് ട്രൂ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ട്രൂ സ്പിരിച്വാലിറ്റി എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതിന് മതത്തിന് അതീതമായ, ഏതൊരു തത്വചിന്തയ്ക്കും അതീതമായ ക്രിസ്തുവിൻ്റെ ജീവൻ ആണ് ശരിക്കും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അത് ആചാരനിബദ്ധമല്ല, സ്നേഹനിബദ്ധമാണ്. അപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തിലേക്ക് നമ്മൾ അംഗമാകുമ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പർപ്പസ്, നമ്മൾ എന്തിനാണ് നമ്മളെ കർത്താവ് വീണ്ടെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ അവകാശങ്ങളിലേക്ക് നമ്മൾ നടക്കേണ്ടതിനാണ്. ക്രിസ്തുവിൻ്റെ തേജസ് നമുക്ക് ലഭിക്കും, ദ എക്സലൻസ് ഓഫ് ഹിസ് ക്യാരക്ടർ, അത് നമുക്ക് ലഭിക്കേണ്ടതിനാണ്. ഹി ഹസ് കോൾഡ് us into ഹിസ് എക്സലൻസ് എന്നാണ് പത്രോസിൻ്റെ ലേഖനം. അതായത് അവൻ്റെ പെർഫെക്ഷനിലേക്ക്, അവൻ്റെ മനോഹരത്വത്തിലേക്ക്, അവൻ്റെ മഹത്വത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
ഒരു സ്പെഷ്യലായിട്ട് ജീവിക്കാൻ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി, സ്നേഹം നിറഞ്ഞവരായി, കരുണ നിറഞ്ഞവരായി, മരണത്തെ പേടിയില്ലാത്തവരായി, നിത്യജീവനിലേക്ക് നോക്കിയിരിക്കുന്നവരായി, ക്രിസ്തുവിൻ്റെ മക്കളായി ജീവിക്കാനുള്ള ഒരു അധികാരമാണ് ഈ ലോകത്തിന്മേലും ലോകത്തിൻ്റെ തത്വങ്ങളിന്മേലുമുള്ള അധികാരമാണ് ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചുറ്റുമുള്ളതിനെക്കുറിച്ച് പ്രയാസപ്പെടാതെ നമ്മുടെ പിതാവിൻ്റെ കൈ പിടിച്ച് ദുർഘടമായ ഏത് പരിസ്ഥിതിയിലൂടെയും നമ്മൾ ധൈര്യമായി നടക്കുന്ന ഒരു വേ ഓഫ് ലിവിങ് ആണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡൂ വിത്ത് ദ റിലീജിയസ് തിങ്സ് ദാറ്റ് യു സീ അറൗണ്ട്. ഒരു സഭ അല്ലെങ്കിൽ ഒരു സഭയിലോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും ചില സഭകളിലൊക്കെ ആൾക്കാർ ദൂരെ നിന്ന് കാണുമ്പോഴേ മനസ്സിലാവും ഇത് ആ സഭയിലുള്ള ആളുകളാണ്. അത് മനുഷ്യനുണ്ടാക്കുന്ന വേർതിരിവുകളാണ്. ശരിക്കും കർത്താവ് പറഞ്ഞത് ഉപ്പിൻ്റെ ഉപമ എടുത്ത് പറഞ്ഞത് ഉപ്പ് പോലെയാണ് നിങ്ങളെന്നാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അത് കറിയിലേക്ക് അരിഞ്ഞു തീർന്ന് കറിയിലേക്ക് അരിഞ്ഞു തീർന്ന് കഴിയുമ്പോൾ പിന്നെ ഉപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഉപ്പ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അതിനർത്ഥം കറി ശരിയായില്ല എന്നാണ്. ഉപ്പ് അരിഞ്ഞു തീരുകയും അത് വേറൊന്നിന് രുചി ഉണ്ടാക്കുകയും ചെയ്യും. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ പലവിധമായ ഉപ്പ് പാത്രങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചു. അതിനകത്തെല്ലാം കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം വ്യത്യസ്തമായി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നാൽ രുചി വരുത്താൻ സാധിക്കുമോ? ഒരിക്കലും രുചി വരുത്താൻ സാധിക്കില്ല. അത് ആഹാരവുമായി അരിഞ്ഞ് അതിൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാതായി അത് ലയിച്ച് ചേരുമ്പോഴാണ്, അപ്പോഴാണ് ശരിക്കും അത് ഫലം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും സെപ്പറേറ്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾ IPC-ക്കാരാണ്, ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡുകാരാണ്, ഞങ്ങൾ ഈ ഡിനോമിനേഷനാണ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് പരസ്പരം ഇടകലരാതെ, ഈവൻ പെൻഡക്കോസ്റ്റൽ ഡിനോമിനേഷൻസ് പോലും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ചോദിക്കുന്നുള്ളൂ, IPC അല്ലല്ലേ, ചർച്ച് ഓഫ് ഗോഡ് അല്ലല്ലേ, AG അല്ലല്ലേ. അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ ഒരു പ്രിഫറൻസ് കൂടെ ഇപ്പം ഒരു ഞാൻ ഓരോരോ ഉപ്പുപാത്രങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുപോലെ ഓരോരോ ബോക്സിന് പെയിൻ്റ് അടിച്ച് അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് ആ പെയിൻ്റ് അടിച്ച കുപ്പിയുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഡിനോമിനേഷണലിസ്റ്റുകൾ. അവർക്ക് ആ ഡിനോമിനേഷൻ ഭയങ്കര പ്രധാനമാണ്. ഇതിനപ്പുറത്ത് ക്രിസ്തു എവിടെ? നമ്മുടെ ആ ഉപ്പുപാത്രത്തിലേക്ക് ഫോക്കസ് ചെയ്യും തോറും നമുക്ക് ഉപ്പായി മാറാനല്ല നമ്മുടെ പ്രവണത, നമ്മൾ ഇതിന് കൂടുതൽ മോടി പിടിപ്പിക്കാനാണ്. അതാണ് ദൈവവേല എന്നാണ് ഇന്ന് പല ആൾക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയും ഒരു മതമായി മറ്റുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്നു. ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നതിന് അനേകം ആളുകൾക്കത് തടസ്സമായിരിക്കുന്നു. ഒരു അക്രൈസ്തവനായ ഒരാൾ നോക്കുമ്പോൾ അനേകം പാത്രങ്ങളിൽ ഒരു പാത്രത്തിൽ പോയി ചാടാൻ നമ്മളെ വിളിക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. അവർക്ക് ക്രിസ്തുവിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളവർ വിളിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡിനോമിനേഷനിലേക്കാണ്. ഇത് വലിയ അപകടകരമായ കാര്യമാണ്. ക്രൈസ്റ്റ് ഈസ് മിസ്റെപ്രസെൻറ്റഡ് ആൻഡ് ക്രിസ്ത്യാനിറ്റി ഈസ് എംബറാസ്ഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. അതുകൊണ്ട് ശരിക്കും ഒരു വലിയ കഷ്ടതയിലൂടെയാണ്, ഒരു ദുസ്സാക്ഷ്യത്തിലൂടെയാണ് ഈ ക്രിസ്ത്യൻ വിശ്വാസം എന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആളുകൾ വിചാരിക്കുന്നത് ഫ്രീ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒരു കുപ്പിക്കകത്തേക്ക് കയറുകയാണ്, ഒരു കുപ്പിക്കകത്തേക്ക് പിടിച്ചിടാൻ പോവുകയാണ്. അതിന് ഒരു പ്രത്യേക കളറുള്ള ഒരു കുപ്പിയാണെങ്കിൽ അത് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നു. ഈ ഡിനോമിനേഷണൽ ഭക്തി ഇന്ന് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യാനിറ്റി, ട്രൂ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്തു നമ്മൾ വസിക്കുന്നു എന്നുള്ളതിനെ അപ്പുറത്തൊന്നുമില്ല. ക്രൈസ്റ്റ് ഈസ് എവ്രിതിങ്. ക്രിസ്ത്യാനിറ്റി ഈസ് എ പേഴ്സൺ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു തത്വമല്ല, തത്വങ്ങളുമല്ല. ക്രിസ്തു നമ്മിൽ അവൻ്റെ ജീവനെ നൽകുന്നതാണ്, ആത്മാവിനാൽ നൽകുന്ന ആ ഒരു പ്രോസസ്സാണ്. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേറൊരു മതത്തിലെ പോലെ ആചാരപരമായ പൂജകളോ കർമ്മങ്ങളോ ഒന്നുമില്ല, കുർബാനകളൊന്നുമില്ല. ഞാൻ ചെറുപ്പത്തിലെ 15 വയസ്സ് കഴിഞ്ഞ് 16 വയസ്സിലേക്ക് കടക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ വിശ്വസിച്ചിരുന്ന ട്രഡീഷണൽ പാരമ്പര്യ ക്രിസ്തീയ സഭ, ക്രിസ്തീയമെന്ന് വിളിക്കുന്ന സഭയിൽ നിന്ന് ഞാൻ വെളിയിൽ ചാടിയത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഞായറാഴ്ച രാവിലെ കുർബാന കാണാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ അച്ഛൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കുർബാന ചൊല്ലുന്നു, ഒരാൾ കുന്തിരിക്കം ഇട്ട് പുകയ്ക്കുന്നു, വേറെ ആൾ മണിയടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ആകെ പുകയും മണിയും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക അവിടെ ഇരുന്നുകൊണ്ട്, യേശു ക്രിസ്തു ഇങ്ങനെ നടുക്ക് നിൽക്കുന്നു, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തും അന്ത്രയോസും തോമസും പത്രോസും എല്ലാം നിന്ന് മണിയടിക്കുകയും കുന്തിരിക്ക വിടുകയും ഇങ്ങനെ വീശുകയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ നടന്നിട്ടുണ്ടോ എവിടെയെങ്കിലും ബൈബിളിൽ? ഇങ്ങനൊരു കുർബാന, ആഘോഷപരമായ കുർബാന നടന്നിട്ടുണ്ടോ? ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല, ബൈബിളിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഒരു പഴയ നിയമത്തിലെ കുറേ ആശയങ്ങളും മറ്റ് ജാതീയമായ ആശയങ്ങളെല്ലാം കൂടെ ചേർത്ത് പുതിയ നിയമത്തിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. തെരുവുകളിലൂടെ നടന്ന് സുവിശേഷം പറഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് ആൾക്കാരെ കൂട്ടുന്ന ഒരു പണിയായിരുന്നു ശിഷ്യന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. സകല ജാതികളോടും കളപ്പെട്ടിരിക്കുന്നെന്ന് പൗലോസ് പറഞ്ഞ് നടന്ന് ഒരു കുർബാന ചൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല, പള്ളി പണിയാൻ വേണ്ടി ആയിരുന്നില്ല. അപ്പോൾ ഞാനിത് ആലോചിച്ച് വരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇത് മനുഷ്യനിർമ്മിതമാണ്, ഇവിടെ ദൈവമല്ല രാജാവ്.
മനുഷ്യൻ്റെ ചടങ്ങുകളും അവൻ്റെ പാരമ്പര്യവുമാണ്. അങ്ങനെ 16-ാം വയസ്സിൽ ഞാൻ ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ ഒരിക്കലും കയറിയിട്ടില്ല. വീട്ടിലൊക്കെ അതിൻ്റെതായ പ്രതിസന്ധികളൊക്കെ ആ കാലത്ത് ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടല്ല, എങ്കിൽ പോലും ഇങ്ങനെ പോയാൽ എന്താകും എന്നുള്ളൊരു ചിന്ത പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. ബിക്കോസ് സത്യത്തിന് മാത്രമേ നമ്മളെ സ്വതന്ത്രരാക്കാൻ പറ്റുള്ളൂ. പാരമ്പര്യത്തിനൊരിക്കലും നമ്മളെ സ്വതന്ത്രരാക്കാൻ സാധിക്കില്ല. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ഡിനോമിനേഷൻ്റെയും ആളായിട്ടല്ല ഞാനിവിടെ ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു ലോക്കൽ സഭ ആവശ്യമാണ്. ചുറ്റും കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മ ആവശ്യമാണ്. സഭ ആവശ്യമാണ്. എന്നാൽ ഒരു ഡിനോമിനേഷൻ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു ഡിനോമിനേഷൻ എന്ന ആൾക്കാരായിട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ മതത്തിൻ്റെ ആളായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരിക്കലും അവസാനിക്കാത്തൊരു ബന്ധം, അതാണ് ക്രിസ്ത്യാനിറ്റി. ഈ ബന്ധം ഒരിക്കലും മാറുകയില്ല. എന്നേക്കും സ്ഥിരമാക്കപ്പെടുത്തിയിരിക്കുന്ന ഒരു ബന്ധം, അതാണ് കർത്താവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ആത്മബന്ധം എന്ന് പറയുന്നത്. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്നേക്കുമുള്ള ഈ ബന്ധത്തെ ഊന്നി പറയുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 5-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അതായത് നമ്മുടെ പ്രത്യാശ ഒരിക്കലും ഭംഗം വരുന്നൊരു പ്രത്യാശയല്ല. ഈ പ്രത്യാശയോടെയാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ആ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. നീ എൻ്റെ മകനായിരിക്കും, മകളായിരിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരിക്കലും മാറിപ്പോകുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർത്തപ്പെടുന്നത്. പല ആൾക്കാരും ദൈവത്തെ കാണുന്നത് എപ്പോഴും മാർക്കിട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരാളെയാണ്. അതായത് നീ ചെയ്തത് ശരിയായില്ല, ഇന്നെന്താ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ മാർക്കിട്ടുകൊണ്ടിരിക്കുന്ന ആളെയാണ് എപ്പോഴും കാണുന്നത്, നമ്മൾ മനസ്സിൽ സങ്കല്പിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വസിക്കുമ്പോഴേക്കും നമുക്കൊരു മതമല്ല നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്നത്. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികളിലേക്ക് പോവുകയുമല്ല ചെയ്യുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ബുദ്ധിയിലല്ല, ഒരു പ്രസംഗം കേട്ടിട്ടല്ല, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അത് പകർന്നിരിക്കുന്നു എന്നാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ സ്നേഹം പകർത്തപ്പെട്ടിട്ടുണ്ട്. അതെന്താണ് ആ സ്നേഹമെന്നാണ് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നമ്മൾ ഈ ബലഹീനരായ ആളുകൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ബൗണ്ടറിയിലുള്ള ആൾക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അവർക്ക് പ്രത്യേകിച്ച് സാമൂഹ്യമായ ബലമില്ല, സമ്പത്തില്ല, അവർക്ക് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വാധീനമില്ല, വിദ്യാഭ്യാസമില്ല. അവർക്ക് വേണ്ടി പോയി മരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ദുർഘടമായൊരു കാര്യമാണ്. അവർ സമൂഹത്തിൻ്റെ ബൗണ്ടറിയിലുള്ളവർ, അവരുടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും പരിഷ്കൃത സമൂഹം നോക്കുന്നില്ല. ആഹാരമില്ലാത്തവർ, അല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്കൊന്നും പ്രയോജനമില്ലാത്തവർ. അപ്പോൾ നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തരായ ആളുകൾക്ക് വേണ്ടി മരിച്ചു. യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി മരിച്ചു. പല സമയത്ത് ആൾക്കാർ പറയുന്നത്, ഞാൻ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം മരിച്ചത് വിശ്വാസികളെ അല്ല രക്ഷിക്കുകയല്ല ചെയ്യുന്നത്. ദൈവം അഭക്തർക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. അപ്പോഴാണ് അവർ വിശ്വാസികളായി മാറുന്നത്. അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഓക്കെ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കാം. നമുക്കതറിയാം. എന്തെങ്കിലും ഗുണമുള്ളവന് വേണ്ടി എന്തും ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷേ നീതിമാനായ ആൾക്കാർക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. കാരണം അവരെ കൊണ്ടൊരു പ്രയോജനമില്ലെന്ന് മാത്രമല്ല, അവർ നമുക്കൊരു ഇറച്ചക്കല്ലായിരിക്കുകയും ചെയ്യും. എന്നാൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതായത് ദൈവം എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനെ മരിക്കാൻ വിടുന്നത് നാം ബലഹീനരായിരിക്കുമ്പോഴും നമ്മൾ പാപികളായിരിക്കുമ്പോഴുമാണ്. അപ്പം ബലഹീനർന്ന് മാത്രമല്ല, നമ്മൾ പാപികളുമാണ്. അപ്പം നമ്മുടെ ഈ ദൈവമായിട്ടുള്ള അകലം കൂടിക്കൂടി വരുവാണല്ലോ. ബലഹീനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയില്ലാത്തവൻ എന്നുള്ള അർത്ഥമാണ്. എന്നാൽ പാപികൾ എന്ന് പറയുമ്പോഴോ ദൈവത്തെ കോപിപ്പിച്ചവൻ എന്നുള്ള അർത്ഥമാണ്. അതായത് ദൈവത്തിന് എതിരെ നിന്നവൻ, അല്ലെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിച്ചവൻ. അപ്പോൾ ബലഹീനൻ മാത്രമല്ല, അവൻ പാപിയും കൂടിയാണ്. അപ്പോൾ അർഹതയില്ലായ്മ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള അകലം കൂടുകയാണ്. ബലഹീനൻ, അടുത്തത് പാപി. ഇനി കുറച്ചുകൂടെ താഴോട്ട് വന്നു കഴിയുമ്പം 10-ാം വാക്യത്തിൽ പറയുന്നത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എന്നാണ്. അപ്പം ശരിക്കും ബലഹീനനും പാപിയും മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബലഹീനനോ പാപിയോ ആണെന്ന് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ നീതി വെച്ച് നമ്മൾ ദൈവത്തെ മെഷർ ചെയ്യുകയും
ദൈവത്തെ ശത്രുവായിട്ട് കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ബലഹീനനും പാപിയും മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ ശത്രുവുമായിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി മരിച്ചു. നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, അപ്പോൾ ഇത്രയും ഗുരുതരമായ ദൈവകോപത്തിനിരയായിരിക്കേണ്ട നമ്മുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വന്നുവെങ്കിൽ, അടുത്ത വാക്യം പറയുന്നത്, നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. അപ്പോൾ ഇത് നമുക്കൊരു ഇത്തിരിയുടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെയാണ്. ശത്രുവായിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദൈവം എന്താ ചെയ്തത്? തൻ്റെ ജീവനെ നൽകി, പുത്രനെ നൽകി. അപ്പോൾ പുത്രന്മാർക്ക് വേണ്ടി ദൈവം എന്തായിരിക്കും കൊടുക്കുന്നത്? അവരെ കൈവിട്ട് കളയുമോ? ശത്രുവിനെ കൈവിട്ട് കളയാത്ത ദൈവം മക്കളെ കൈവിട്ട് കളയുമോ? അപ്പോൾ ശത്രുവിനെ കൈവിട്ട് കളയാത്ത ദൈവം, ശത്രുവിന് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്ന ദൈവം, സ്വന്തം പുത്രനെ കൊടുക്കുന്ന ദൈവം മക്കൾക്ക് വേണ്ടി അപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് പൗലോസ് ചോദിക്കുകയാണ്. എന്തു തന്നെ ചെയ്യുകയില്ല. കാരണം ദൈവം അത്രയും വലിയ സ്നേഹമാണ്. ഇപ്പോൾ ശത്രുക്കൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ദൈവം മക്കളായ ശേഷം നമ്മൾ എന്തുമാത്രം പരിപാലിക്കും, എത്ര സമൃദ്ധിയായ ജീവനിലേക്ക് നമ്മളെ നയിക്കും, എത്ര വലിയ രക്ഷയിലേക്ക് നമ്മളെ നയിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള നിരപ്പ് ഒരു വലിയ വാഗ്ദത്തത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഒരിക്കലും അഴിയാത്ത ബന്ധം എന്ന വാഗ്ദത്തമാണത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ നല്ലവനായതുകൊണ്ടല്ല, എൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കരുണ എത്ര വലുത് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവം എല്ലാം അവൻ്റെ മഹത്വത്തിനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം എന്തുകൊണ്ട് നമ്മുടെ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ദൈവം സ്നേഹമായതുകൊണ്ടും ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണൽ ആയതുകൊണ്ടുമാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ അൺകണ്ടീഷണലാണ്. ദെയർ ഇസ് നത്തിങ് ഗുഡ് ഇൻ അസ്. നമ്മളിൽ ഒരു നന്മയും അവശേഷിക്കുന്നില്ലാതിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ അത്രയും സ്നേഹിച്ചുവെങ്കിൽ ഇപ്പോൾ മക്കളായി ദത്തെടുത്ത ശേഷം അവൻ്റെ സ്നേഹം എത്ര വലിയതായിരിക്കും. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഒരു നാളും ഭംഗം വരുന്നില്ല, കാരണം ഞങ്ങൾ പിതാവിൻ്റെ മടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവനോട് നിരപ്പ് വന്നിരിക്കുന്നു. ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു നമുക്ക് പിതാവുമായി നിരപ്പ് തന്നിരിക്കുന്നു. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവുമായി എന്നേക്കുമായുള്ളൊരു ബന്ധം, അത് നമ്മളെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരും ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ അവകാശികളാക്കി മാറ്റുമെന്ന് ഈ വചനങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിന് അധീനരായി പാപത്തിന് അധീനരായി കിടന്ന മനുഷ്യരെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറ്റി തേജസ്സിലേക്ക് നടത്തുവാൻ വേണ്ടി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്ന ദൈവം അഴിഞ്ഞു പോകാത്ത വാഗ്ദത്തങ്ങളാൽ നമ്മെ നിലനിർത്തിയിരിക്കുന്നു. എന്നേക്കുമുള്ള നിത്യജീവൻ്റെ അവകാശികളാക്കി നമ്മളെ മാറ്റിയിരിക്കുന്നു. ആ വാഗ്ദത്തം ഒരിക്കലും നമ്മൾ അഴിഞ്ഞു പോകാത്ത വാഗ്ദത്തമായിട്ട് തന്നെ എടുക്കണം. കാരണം 4-ാം അധ്യായത്തിൽ, റോമാലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, എബ്രഹാമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് പറയുന്നത്. എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അവനെ നോക്കിയതേ ഇല്ല. അവൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിരുന്നെങ്കിൽ അവന് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. നോക്കിയില്ല. ദൈവം തന്ന വാഗ്ദത്തങ്ങളിലേക്ക് മാത്രം നോക്കി. ഇപ്പോൾ ഈ വാഗ്ദത്തം എന്ന് കേൾക്കുമ്പം പെട്ടെന്ന് ഈ പറയുന്ന ആൾക്കാർ, ഞാൻ പറയുന്ന കേൾക്കുന്ന ആളുകളിൽ പലരും ഈ പ്രവാചകന്മാർ പറഞ്ഞ വാഗ്ദത്തം, അല്ലെങ്കിൽ അടുത്ത വർഷം നിറവേറുമെന്ന് ദൈവം പറഞ്ഞു എന്ന് അവർ വിശ്വസിക്കുന്ന വാഗ്ദത്തം, ഓക്കെ, ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഈ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ഒന്നുമല്ല ഈ വേദപുസ്തകം പറയുന്നത്. ആ വാഗ്ദത്തങ്ങളെക്കുറിച്ചൊന്നും ബൈബിൾ പറയുന്നതേ ഇല്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ശരിക്കും അടുത്ത വർഷം വിടുതൽ, ബൈബിളിൽ അവിടെ അങ്ങനെയൊന്നുമില്ല. അടുത്ത വർഷമല്ല, ഈ വർഷം കർത്താവ് വന്ന് എന്ത് ചെയ്യും? എന്ത് വിടുതൽ? ഈ സ്വർഗത്തിലേക്ക് പോകുന്നതിനേക്കാളും വലിയ വിടുതൽ എന്താണുള്ളത്? ധനം സമ്പാദിച്ച് വലിയൊരു ധാന്യപ്പുരയൊക്കെ ഉണ്ടാക്കി കൂട്ടിവെച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ വർഷം കൊള്ളാം, നല്ല വിളവാണ്, ധാന്യപ്പുര കുറച്ചും കൂടി വലുതാക്കണം, ഇതെല്ലാം ഒത്തിരി സംഭരിച്ച് വെക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ചോദിച്ചാൽ ഇത് ആർക്കാകും എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് പക്ഷെ നമ്മൾ ഇന്ന് ചോദിക്കില്ല. നമ്മൾ ആ ധനം സമ്പാദിക്കുന്നതാണ് ദൈവാനുഗ്രഹം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാഗ്ദത്തത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന വാഗ്ദത്തം കർത്താവ് നമുക്ക് തന്ന നിത്യതയുടെ വാഗ്ദത്തങ്ങൾ മാത്രം നോക്കി, നമ്മൾ വേറെ എങ്ങും നോക്കാതെ, നമ്മളെ തന്നെ നോക്കാതെ, പിന്നിലുള്ളത് മറന്ന് ആ ഒരു വാഗ്ദത്തത്തിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും മക്കളെപ്പോലെ ജീവിക്കുന്നത്. മക്കളുടെ അവകാശമാണ് ഈ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കലും അത് അഴിഞ്ഞു പോകുന്നില്ല. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവം നമ്മുടെ കൈ വിടുന്നില്ല. ഇത് നമ്മുടെ വിശ്വാസമാണ്. ഇതാണ് നമ്മുടെ ഹോപ്പ്. ഇതാണ് നമ്മുടെ പ്രത്യാശ. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആ പ്രത്യാശയുടെ ഉറപ്പാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ദൈവികമായ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തീയ ബന്ധം എന്ന് പറയുന്നത് വൺ സ്റ്റാർട്ടഡ്, അത് ക്രിസ്തുവിൽ വളർന്ന് നമ്മൾ മെച്യൂരിറ്റി പ്രാപിക്കുന്നവരെയും ദൈവം നമ്മളെ കൊണ്ട് നടക്കുന്ന, പരിശീലിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന, കഷ്ടതയിലൂടെയും സമൃദ്ധിയിലൂടെയും നടത്തി, വിവിധമായ സാഹചര്യങ്ങളിലൂടെ നടത്തി ക്രിസ്തുവിനെ നമ്മളിൽ ഉരുവാക്കി ആ അതിമഹത്തായ തേജസ്സിലേക്ക് നമ്മൾ എത്തിക്കുന്ന ആ ദൈവകൃപയാണ് ഈ കാര്യങ്ങളിൽ
നമ്മൾ കാണുന്നത്. അതാണ് വാഗ്ദത്തം. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയും, നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ നിങ്ങളെ ഈ പ്രത്യാശ തന്നാണ് വിളിച്ചതെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ പല വാഗ്ദത്തങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാവും, അതൊന്നും കേട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ആ വാഗ്ദത്തം ഒന്നും നടന്നില്ലെങ്കിലും കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്തങ്ങൾ നടക്കാതിരിക്കുകയില്ല. അവൻ ഇരിക്കുന്നിടത്ത് നമ്മളും ഇരിക്കേണ്ടതിന് അവൻ വന്ന് പിന്നെയും നമ്മളെ ചേർത്തുകൊള്ളും. ഈ പ്രത്യാശ എന്ന് പറയുന്നത് അചഞ്ചലമാണ്. അതൊരിക്കലും മാറ്റം വരുന്ന ഒരു പ്രത്യാശയല്ല. അത് എപ്പോഴും ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ എത്തിക്കുന്ന, ദൈവത്തിൻ്റെ പെർഫെക്ഷനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു പ്രത്യാശയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. അവൻ്റെ ചിന്തകളിലേക്ക് പോകുവാൻ തക്കവണ്ണം, അവൻ്റെ ആ പെർഫെക്ഷനിലേക്ക് പോകാൻ തക്കവണ്ണം ഈ ആത്മാവ് നമ്മളിൽ പ്രയാസപ്പെടുന്നു, ഞരങ്ങുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉരുവാക്കുവാൻ വേണ്ടി ആത്മാവ് കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. 14-ാം വാക്യം പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എന്നാൽ ഈ ആത്മാവിലല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്, ജഡത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. അവരെ സംബന്ധിച്ച് ന്യായപ്രമാണം അനുസരിച്ച് നോക്കാം, ഓക്കെ, അല്ലെങ്കിൽ അനുസരിച്ച് ഞാൻ നല്ലവനായിക്കോളാം, നല്ല പ്രവൃത്തി ചെയ്യുന്നവരെല്ലാം ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നതാണ് ട്രഡീഷണൽ റിലീജിയൻ്റെ എല്ലാം പ്രത്യേകത. ഏതാണ്? പാരമ്പര്യ മതങ്ങളുടെ എല്ലാം പ്രത്യേകത. സൽപ്രവൃത്തികളിലൂടെ സ്വർഗത്തിലെത്താമെന്നാണ് അവർ വിചാരിക്കുന്നത്. അത് ജഡമാണ്. നമ്മൾ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ ചെയ്തവൻ എന്നുള്ള ബോധത്തിലേക്കല്ലാതെ ആത്മാവിലുള്ള കണക്ഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ജഡപ്രകാരമുള്ള ഈ ജഡപ്രകാരം നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും മരിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനോ അവനുള്ളവനാണ്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളായി മാറുമ്പോൾ അബ്ബാ പിതാവേ എന്ന് ധൈര്യത്തോടെ വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്ര നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ഈ ആത്മാവ് നമ്മോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കൊരിക്കലും അത് അഴിഞ്ഞു പോകുകയില്ല. ഞാൻ 1994 ഈ പിതാവിൻ്റെ ദൈവത്തിൻ്റെ പിതൃത്വം എന്താണെന്ന് മനസ്സിലാക്കിയത്. എങ്ങനെയാണ് ക്രിസ്തു മൂലമുള്ള നിരപ്പ് എനിക്ക് ലഭിച്ചതെന്ന് മനസ്സിലാക്കിയത്. ഇപ്പോൾ 30 വർഷം. ഈ 30 വർഷം അടുത്ത മാസമാകുമ്പോൾ 30 വർഷം തികയും. ഈ 30 വർഷക്കാലം ഏതെല്ലാം കയറ്റിറക്കങ്ങളിലൂടെ ജീവിത സാഹചര്യങ്ങളിൽ കടന്നു പോയിട്ടും ഈ ഒരു വാഗ്ദത്തത്തിൻ്റെ ബലമാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, കർത്താവ് എനിക്ക് അവനെ തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ള വാഗ്ദത്തത്തിൻ്റെ ആ ഒരൊറ്റ ശബ്ദമാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് മങ്ങിപ്പോകുന്ന ഒന്നല്ല. അത് ഓരോ ദിവസം മുമ്പോട്ട് ചെല്ലുന്തോറും ശക്തി പ്രാപിക്കുന്ന, ദൈവാത്മാവിൽ നടക്കുന്ന ശക്തി പ്രാപിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രത്യാശ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായി മാറുന്ന റിലേഷൻഷിപ്പ്, പിതൃത്വം, ദ ഫാദർഹുഡ് ഓഫ് ഗോഡ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. സകലത്തെ സൃഷ്ടിച്ച ദൈവം, സകല ചരാചരങ്ങളുടെയും ഉടമയായ ദൈവം നമ്മുടെ പിതാവാണ്. അവൻ അപ്പ, അത് ഇതിനകത്ത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതിനകത്ത് പലരും ചിന്തിക്കാറുണ്ട്, ഇതിന് ഈ അബ്ബാ പിതാവേ എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്ക് ദൈവം പിതാവാണെന്നൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും അബ്ബ എന്ന് വിളിക്കുക, ഈ അബ്ബ എന്ന് വിളിക്കുന്നത് അപ്പ, പപ്പ എന്ന് വിളിക്കുന്ന വിളിയാണ്. അങ്ങനെ ദൈവത്തെ വിളിച്ചോളാനുള്ള ഒരു ആത്മാവെന്നാണ് പറയുന്നത്. അതായത് പിതാവേ പിതാവേ എന്ന് നമ്മൾ ഫോർമലായിട്ടല്ല, ഒരു പിതാവിനെ വിളിക്കുന്ന പോലെ അബ്ബ, അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് തന്നിരിക്കുന്ന ആത്മാവ്. അപ്പോൾ അത്രയും വലിയൊരു ബന്ധമാണ്. അതായത് കൊച്ചു മടി കയറിയിരിക്കുന്ന പോലത്തെ ഉള്ളൊരു ഫീലിംഗ്, ഒരു ബന്ധമാണ് പിതാവുമായിട്ട് നമുക്കുള്ളത്. ഈ ബന്ധത്തിൽ നമ്മൾ അവനെ അബ്ബ എന്ന് വിളിക്കുമ്പോൾ ആ അബ്ബ നമ്മുടെ പിതാവാണ് എന്നുള്ളത് അതൊരു റിലേഷൻഷിപ്പിൻ്റെ ലെവലിലേക്ക് പോവാണ്. ഇപ്പോൾ പിതാവ് എന്ന് പറയുമ്പം അതൊരു ഫാക്റ്റാണ്. എന്നാൽ അബ്ബ എന്ന് വിളിക്കുമ്പോൾ അതൊരു ബന്ധമാണ്. ഈ ബന്ധത്തിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തുന്നത്. ഈ ഒരു ബന്ധം നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ അവകാശികളാണ്. അബ്ബ എന്ന് വിളിക്കാനുള്ള ധൈര്യം അത് പുത്രനാലാണ് കേട്ടോ, അല്ല നിങ്ങൾ വലിയ മിടുക്കരായതുകൊണ്ടല്ല. പുത്രൻ്റെ കൃപയാൽ അങ്ങനൊരു വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അവകാശങ്ങൾ അവിടെ തന്നെയുണ്ട്. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും. അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്ന അവകാശം? ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം. സ്വത്തിൻ്റെ അവകാശി എന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പോൾ നമ്മൾ ഈ യഥാർത്ഥ ട്രൂ സ്പിരിച്വാലിറ്റിയും തെറ്റായ സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ ആത്മീയത നമ്മളെ നയിക്കുന്നത് ക്രിസ്തുവിൻ്റെ പങ്കാളിത്തത്തിലുള്ള ധനവിനിമയത്തിലേക്കാണ്. ഉദാഹരണത്തിന് യേശു ക്രിസ്തുവിൻ്റെ ധനം എന്താണോ അതിനകത്തുള്ള കൂട്ടവകാശം, അതാണ് ട്രൂ സ്പിരിച്വാലിറ്റി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ക്രിസ്തുവിന് നമ്മൾ കൂട്ടവകാശികൾ എന്ന് പറഞ്ഞാൽ കർത്താവിനുള്ളതെല്ലാം നമുക്കും കൂടെ ഉള്ളതാണ്. ഇതാണ് അവകാശം.
കർത്താവിനുള്ള വീട് എൻ്റെയാണ്, കർത്താവിൻ്റെ തേജസ് എൻ്റെയാണ്, കർത്താവിൻ്റെ വിശുദ്ധി എൻ്റെയാണ്, ഇതെല്ലാം എൻ്റെയാണ്, അതാണ് എൻ്റെ അവകാശം. അവനോടുകൂടെ നാം തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ നാം കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഓക്കെ, അപ്പോൾ ഇതും ഈ അവകാശത്തിനകത്ത് പെടുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് ഈ ഒരു തെറ്റായൊരു സ്പിരിച്വാലിറ്റി വളർന്നു കഴിഞ്ഞപ്പോഴേക്കും ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ അവകാശത്തിലേക്ക് പങ്കുവെച്ചുകൊണ്ടാണ് ഈ വിശ്വാസത്തിൻ്റെ കൈ നീട്ടിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ അവകാശങ്ങളിലേക്ക് നോക്കിക്കൊണ്ടല്ല. അവിടെയാണ് ഈ ഫോൾസ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി ഉണ്ടാകുന്നത്. ഈ ലോകത്തിൽ നിന്ന് എന്തൊക്കെ എനിക്ക് കിട്ടാൻ ബാക്കിയുണ്ട്, ഇവിടുത്തെ തേജസ്സിലേക്കൊന്ന് നോക്കിയേക്കാം എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. തെറ്റായ ഒരു ആത്മീയത ഉടലെടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ ധനത്തിലേക്ക് നോക്കാതെ, പുത്രത്വത്തിലേക്ക് നോക്കാതെ, ഉറപ്പിലേക്ക് നോക്കാതെ, വാഗ്ദത്തങ്ങളിലേക്ക് നോക്കാതെ വഴിതെറ്റിപ്പോകുന്ന ആളുകൾ ചുറ്റുമുള്ളതുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായി ക്രിസ്തുവിൻ്റെ കൂട്ടവകാശത്തിലേക്ക് പോവുക എന്നുള്ളതാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾ ശത്രുക്കളും പാപികളും ബലഹീനരുമായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ പുത്രനെ ഏൽപ്പിച്ചു തന്ന കർത്താവ്, ഇന്ന് ഞങ്ങൾ മക്കളെന്ന അവകാശത്തോടെ അബ്ബാ എന്ന് വിളിച്ച് അടുത്ത് വരുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് എന്തു തന്നെ അവിടെ നിന്ന് നൽകുകയില്ല. സ്വർഗ്ഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കലും ഭംഗം വരാത്ത പ്രത്യാശയിലേക്ക് ഞങ്ങളെ നയിച്ച അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.